എല്ലാവരും കാത്തിരുന്നിട്ടുള്ള നമ്മുടെ ഫയർഫോഴ്സിലെ സ്റ്റേഷൻ ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഉയർന്ന ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണിത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 30/6/2026 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഏകദേശം 5/8/2026 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഓഗസ്റ്റ് മാസം 5-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ 047/2026 എന്ന കാറ്റഗറി നമ്പറിലൂടെ PSCന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ 47/2026 എന്ന കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും ലാസ്റ്റ് ഡേറ്റും ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ യോഗ്യത, അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യത, സാലറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് സ്റ്റേഷൻ ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 43,400 മുതൽ ഏകദേശം നിങ്ങൾക്ക് 1,00,000 അടുത്ത് തന്നെ, അതായത് 91,200 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. അതുപോലെ നിലവിലുള്ള വേക്കൻസി നിങ്ങൾ കാര്യമാക്കേണ്ട ഒരു വേക്കൻസി മാത്രമേ ഇത് എബോവ് വേക്കൻസി എക്സിസ്റ്റൻസ് ഇപ്പം നിലവിലുള്ള വേക്കൻസി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. മേ ബി റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്ന് ഇതാകുമ്പോഴേക്ക് മുമ്പിലേക്ക് വേക്കൻസി കൂടാനുള്ള സാധ്യത നല്ല പോലെ ഉണ്ട്. PSC ആണ്, നമുക്ക് ഒന്നും കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്ത് നോക്കി നിങ്ങൾ വിലയിരുത്തേണ്ട. യോഗ്യത ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൺകുട്ടികൾക്ക് മാത്രമാണ്. 20 to 35 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. 2/1/1991 അതുപോലെ 1/1/2006 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. എങ്കിലും OBCക്ക് 3 വർഷത്തെയും SC/STക്ക് 5 വർഷത്തെയും പ്രായത്തിലിളവ് നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കാം. 3-5 വർഷത്തെ പ്രായത്തിലിളവുണ്ട്. അപേക്ഷിക്കാനുള്ള നിർബന്ധിത യോഗ്യതയായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഇൻ സയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി സയൻസ് ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് മുൻഗണന നൽകുന്നതായിട്ട് പറയുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ പഠിച്ചവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മുൻഗണന നൽകുന്നുണ്ട്. സയൻസ് ഡിഗ്രി നിങ്ങൾ എടുക്കണം, ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജി ഏതെങ്കിലും ഒരു ഡിഗ്രി ഗ്രാജുവേഷൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു ലെവലിൽ പറഞ്ഞാണ് എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്താണ്, കെമിസ്ട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അപേക്ഷിക്കേണ്ട ഉയരവും കാര്യങ്ങളൊക്കെ നോക്കിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഉയരം പറഞ്ഞ ജനറൽ കാറ്റഗറിയിലേക്ക് ഏകദേശം 165 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട്. ഇനി SC/ST ആകുന്ന സമയത്ത് 160 സെൻറ്റിമീറ്റർ ഉയരം മതി എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വെയിറ്റ് പറയുന്നത് 50 കിലോഗ്രാം വേണം. SC/STക്ക് 48 കിലോഗ്രാം മതി. ചെസ്റ്റ് പറയുന്നത് 81 സെൻറ്റിമീറ്റർ വേണം. SC/ST ആകുമ്പോൾ 76 മതി. എക്സ്പാൻഷൻ പക്ഷേ എല്ലാ കാറ്റഗറിയും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പരീക്ഷ പാസ്സായി ഫിസിക്കലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് PSCന്റെ ഏകദേശം 8 ഫിസിക്കൽ ഐറ്റംസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ ഏതെങ്കിലും 5 നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. 5 ക്വാളിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾ ഫിസിക്കൽ പാസ്സാകുന്നതായിരിക്കും. ഇവിടെ 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്പ് ഓർ ജമ്പിംഗ്, 1500 മീറ്റർ ഓട്ടം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്തായാൽ മതി, ഇതിൻ്റെ ടൈം, ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള, കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ ഇപ്പം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 5 ഫോർ എക്സാമ്പിൾ ഈ 4 നിങ്ങൾ എന്ത് ചെയ്തു, പാസ്സായി. അതിനുശേഷം 5ാമത്തെ ഫെയിലായി, 6ാമത്തെ ഫെയിലായി, 7ാമത്തെ ഫെയിലായി കഴിഞ്ഞാൽ പാസ്സായി കഴിഞ്ഞാൽ 7ാമത്തെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഫിസിക്കൽ ക്വാളിഫൈ ആവും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് മാത്രം പറഞ്ഞു കേട്ടോ. ഏതെങ്കിലും 5 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ സയൻസ് ഡിഗ്രിയൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്.